Hello all, welcome back. In this video, we'll be dealing with the questions from the unit oscillations and waves that are appeared in JEE Mains 2025 session 1. Let's start with the first question, and this question is from the chapter oscillation, and it's an assertion reason type question. Given below are two statements. One is labeled as assertion and the other is labeled as reason. A simple pendulum is taken, assertion, a simple pendulum is taken to a planet of mass and radius 4 times and 2 times respectively than the Earth. The time period of the pendulum remains same on Earth and the planet. The mass of the given planet is, it can be represented by m dash, and it is 4 times the mass of the Earth, and radius of the given planet is 2 times of the radius of Earth. The time period of the pendulum remains same on Earth and the planet. നോക്കാം നമുക്ക് ടൈം പീരിയഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നത് 2π√L ഡിവൈഡഡ് ബൈ G ആണ്. പ്ലാനറ്റ് മാറുമ്പോൾ ഓഫ് കോഴ്സ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയിൽ മാറ്റം ഉണ്ടായേക്കാം. സോ ദ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ ദ ഗിവൻ പ്ലാനറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് G into m dash divided by r dash squared. Acceleration due to gravity on the surface of Earth, gm by r square. On the given planet, gm dash by r dash squared. G into m dash എത്രയെന്നാ പറയുന്നത് 4m divided by r dash എന്താ 2r നെ സ്ക്വയർ ചെയ്യുമ്പോൾ 4r square. 4 cancel. This is equal to g. So there is no change in the acceleration due to gravity, and the length of the pendulum remains the same. So time period will be the same. Time period of the pendulum remains the same on the Earth and the planet. So the statement is true. Assertion in the statement true ആണ്. In a reason നോക്കുകയാണെന്നുണ്ടെങ്കിൽ the mass of the pendulum remains unchanged at Earth and the other planet. Mass of the pendulum remains unchanged at Earth and the other planet എന്നാണ് പറയുന്നത്. The statement is true. മാസ് ഓഫ് ദ പെൻഡുലം പ്ലാനറ്റിലാണെന്നുണ്ടെങ്കിലും എർത്തിലാണെന്നുണ്ടെങ്കിലും സെയിം ആണ്. അവിടെ മാസിൽ ചേഞ്ച് ഉണ്ടാകുന്നില്ല. വെയിറ്റിൽ വേണമെങ്കിൽ ചേഞ്ച് ഉണ്ട് എന്ന് പറയാൻ പറ്റും, പക്ഷെ മാസ് വെയിറ്റിൽ ഈ കേസിലും ചേഞ്ച് സംഭവിക്കുന്നില്ല, കാരണം ജി മാറാത്തതുകൊണ്ട് മാസ് എന്തായാലും ചേഞ്ച് ചെയ്യുന്നില്ല. സോ റീസൺ ശരിയാണ്, പക്ഷേ ദിസ് ഇസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഫോർ ദി അസേർഷൻ. അസേർഷനിൽ പറഞ്ഞിരിക്കുന്നത് ടൈം പീരീഡ് മാറ്റം വരാതിരിക്കാനുള്ള കാരണമായിട്ട് നമ്മൾ മനസ്സിലാക്കിയത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയിൽ ചേഞ്ച് ഇല്ലാത്തതുകൊണ്ടാണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ചേഞ്ച് ചെയ്യാത്തത് കൊണ്ടാണ് ടൈം പീരീഡ് മാറാത്തത്, അല്ലാതെ മാസ് ചേഞ്ച് ചെയ്യാത്തത് കൊണ്ടല്ല. സോ അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ, ബട്ട് റീസൺ ഈസ് not the correct explanation for assertion. So fourth option is the right answer. Moving on to the next question, question number 2. January 23rd in shift 1 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എ ലൈറ്റ് ഹോളോ ക്യൂബ് ഓഫ് സൈഡ് ലെങ്ത് 10 cm and 10 gram is floating in water. It is pushed down and released to execute simple harmonic oscillations. The time period of oscillation is y pi into 10⁻⁻2 second, where the value of y is. നോക്കാം. ഫോർ ദ ടൈം ബീങ് ഞാൻ ആ ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ലിക്വിഡ്. ഈ ലിക്വിഡിന്റെ ഡെൻസിറ്റി റോ എന്നെടുക്കുന്നു. ഈ ബോഡിയുടെ മാസ് ക്യൂബിന്റെ മാസ് എം എന്നെടുക്കുകയാണ്. ഇതിന്റെ ബേസ് ഏരിയ എ ആണ്. ഇതിനെ നമ്മൾ താഴോട്ടൊന്ന് ഡിസ്പ്ലേസ് ചെയ്തു. താഴോട്ടൊന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് ഡിസ്പ്ലേസ് ചെയ്യുന്നു, സേ ത്രൂ എ ഡിസ്റ്റൻസ് എക്സ്. ഓക്കെ, എക്സ് എന്നൊരു ഡിസ്റ്റൻസ് നമ്മൾ താഴോട്ട് ഡിസ്പ്ലേസ് ചെയ്യുന്നു എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഇതിനെ ഡിസ്പ്ലേസ് ചെയ്ത് റിലീസ് ചെയ്താൽ ദിസ് ലിക്വിഡ് വിൽ എക്സേർട്ട് ദ അപ്ത്രസ്റ്റ്, ദ ബോയിന്റ് ഫോഴ്സ് ഓൺ ദ ബോഡി. ആ ബോയിന്റ് ഫോഴ്സ് ആണ്, ആ അപ്ത്രസ്റ്റ് ആണ് ഈ ഫ്ലോട്ടിംഗ് ബോഡി കിട്ടുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ്. ഇതിനെ പ്രസ് ചെയ്തിട്ട് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്നുണ്ടാവും. അതിന് ഓസിലേറ്റ് ചെയ്യുന്നതിന് റീസ്റ്റോറിംഗ് ഫോഴ്സ് വേണം. ആ റീസ്റ്റോറിംഗ് ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് അപ്ത്രസ്റ്റ് ആണ്, ബോയന്റ് ഫോഴ്സ് എന്ന് പറയാം. ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു ദ വെയിറ്റ് ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ദ ബോഡി. അതാണ് ആർക്കിമിഡിസ് പ്രിൻസിപ്പിൾ. അപ്പൊ അപ്ത്രസ്റ്റ് എന്താന്ന് എഴുതാൻ പോവാണ്, അത് വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് ആണ്. ആ ലിക്വിഡിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ആ ലിക്വിഡ് ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ട ലിക്വിഡിന്റെ വോളിയം എക്സ് ആണ്. അപ്പൊ വോളിയം ഇൻറ്റു ഡെൻസിറ്റി, അത് മാസ് ആണ്, ഇൻറ്റു ജി, ഇതാണ് വെയിറ്റ്. ഓർ ദിസ് മേ ബി റിട്ടൺ ആസ് എഫ് ഈസ് ഈക്വൽ ടു മൈനസ് എ റോ ജി എക്സ്.
കാരണം എക്സും എഫും റീസ്റ്റോറിംഗ് ഫോഴ്സും താഴോട്ടുണ്ടായ ഡിസ്പ്ലേസ്മെന്റ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. ദിസ് ഇക്വേഷൻ ഇസ് ഇൻ ദ ഫോം ഓഫ് F is equal to minus kx. This equation is in the form of F is equal to minus kx, and from these two equations it is clear that the force constant of this oscillation is a rho g. So the time period of oscillation, time period of any oscillation നമുക്കറിയാം 2 pi into root of mass divided by force constant ആണ്. ഇത് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു. ഈ ഇക്വേഷൻ ഒക്കെ ഡയറക്റ്റ് അറിയാവുന്ന മക്കളുണ്ടാവും, അവർ നേരെ പോയി ആൻസർ ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ആ രൂപത്തിലോട്ട് എത്തണം. 2 pi root m by a rho g. ഇതൊക്കെ നമ്മൾ തിയറിയിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത് ഞാൻ ആ ഇക്വേഷൻ ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടൈം പീരിയഡ് ടി ഈസ് ഈക്വൽ ടു 2 pi into root of എത്രയാണ് ഈ ബോഡിയുടെ മാസ് 10 gram ആണ്. അപ്പോൾ 10 gram എന്ന് പറയുമ്പോൾ 10 raised to minus 3 10 raised to minus 2 കിലോഗ്രാം. എ എന്ന് പറയുന്നത് ബേസ് ഏരിയ ആണ്. ബേസ് ഏരിയ നോക്ക്, ഒരു സൈഡ് ലെങ്ത് 10 സെന്റിമീറ്റർ ആണ്. ഒരു സൈഡ് ലെങ്ത് 10 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ 10 into 10 raised to minus 2 മീറ്റർ ആണ്, അഥവാ 10 raised to minus 1 മീറ്റർ ആണ്. അതിന്റെ സ്ക്വയർ എടുക്കുമ്പോഴാണ് അതിന്റെ ബേസ് ഏരിയ നമുക്ക് കിട്ടുക 10 raised to minus 2. നോക്ക്, ബേസ് ഏരിയ എ എന്ന് പറയുന്നത് ഒരു സൈഡിന്റെ സ്ക്വയർ ആണ്. അത് എത്രയാ വരിക? 10 raised to minus 1ന്റെ സ്ക്വയർ ആടാ. ദിസ് ഇസ് 10 raised to minus 2 ഇൻറ്റു ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ്, ഇൻറ്റു ജി എന്ന് പറഞ്ഞാൽ 10 ആണ്. സോ ദിസ് ഇസ് 10 raised to minus 2 ക്യാൻസൽ. 10 raised to 3 into 10 10 raised to 4. 10 raised to 4 എന്ന് പറയുമ്പോൾ 10 raised to minus 4 മുകളിലോട്ട് എത്തുന്നു. റൂട്ട് എടുക്കുമ്പോൾ 10 raised to minus 2. So this is 2 pi into 10 raised to minus 2. But as per the question, the time period of oscillation is y pi into 10 raised to minus 2. So this is equal to y pi into 10 raised to minus 2. So y എന്താണെന്നാണ് ചോദ്യം. Y is equal to 2. Second option is the right answer. Clear ആണ് എന്ന് വിചാരിക്കുന്നു. നോക്കാം നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ. അത് January 24th ഷിഫ്റ്റ് 1 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. പാർട്ടിക്കിൾ എക്സിക്യൂട്ടിംഗ് സിമ്പിൾ ഹാർമോണിക് മോഷൻ വിത്ത് ടൈം പീരിയഡ് 2 seconds and amplitude 1 centimeter. If capital D and small d are the total distance and displacement covered by the particle in 12.5 seconds, then capital D by small d. Capital D എന്താണ്? അത് ഡിസ്റ്റൻസ് ആണ്. സ്മോൾ d എന്താണ്? അത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. എത്രയാ ടൈം പീരിയഡ്? ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് അത് 2 seconds ആണ്, ആംപ്ലിറ്റ്യൂഡ് 1 centimeter ആണ്. നോക്കുക, ടൈം എത്ര എടുത്തു? ടൈം എടുത്ത് ക്വസ്റ്റ്യനിൽ പറയുന്നത് 12.5 seconds. അപ്പൊ 12.5 seconds എന്ന് പറയുമ്പോൾ അത് ഞാൻ പറയുന്നു അത് 6.25 ഓസിലേഷൻസ് ആണ് അവിടെ നടന്നിട്ടുള്ളത് എന്ന്. 6.25 ഓസിലേഷൻസ് എന്ന് വെച്ചാൽ കാരണം അതെങ്ങനെ കിട്ടിയത്? കാരണം ടൈം ടേക്ക് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഓസിലേഷൻസ് ഇൻറ്റു ടൈം പീരിയഡ് ആണ്. നമ്പർ ഓഫ് ഓസിലേഷൻസ് ഇൻറ്റു ടൈം പീരിയഡ് എന്ന് പറയുന്നതാണ് 12.5 seconds എന്ന് പറയുന്നത്. സോ നമ്പർ ഓഫ് ഓസിലേഷൻസ് ഈക്വൽ ടു 12.5 seconds ഡിവൈഡഡ് ബൈ ടൈം പീരിയഡ് 2. ദിസ് ഇസ് ഈക്വൽ ടു 6.25 ഓസിലേഷൻസ് ആർ എക്സിക്യൂട്ടഡ്. 6.25 6.25 ഓസിലേഷൻസ് അവിടെ നടന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 6.25 ഓസിലേഷൻസ് നടക്കുമ്പോൾ ഇതാണ് ഓസിലേറ്റിംഗ് പാത്ത്. ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. പരീക്ഷയ്ക്ക് ആൻസർ ചെയ്യുമ്പോൾ ഇങ്ങനെയൊന്നും നമ്മൾ ചെയ്യില്ല, നമ്മൾ പെട്ടെന്ന് ആൻസർ ചെയ്ത് പോയിട്ടുണ്ടാകും. അപ്പോൾ 6 ഓസിലേഷൻ കഴിയുമ്പോൾ ആൾ ഇവിടെ നിന്നാണ് ഓസിലേഷൻ തുടങ്ങിയത്. പോട്ടെ, ആൾ ഇവിടെ നിന്നാണ് ഓസിലേഷൻ തുടങ്ങിയതെന്ന് വിചാരിച്ചോ. 6 ഓസിലേഷൻ കഴിയുമ്പോൾ ആൾ ഇവിടെ തിരിച്ചെത്തിയിട്ടുണ്ടാകും, പാർട്ടിക്കിൾ ഇവിടെ തിരിച്ചെത്തിയിട്ടുണ്ടാകും. പിന്നെ ഒരു 1/4 ഓസിലേഷനും കൂടെ ഉണ്ട്. ആ 1/4 ഓസിലേഷൻ കൂടെ കഴിയുമ്പോൾ ആൾ ഇവിടെ എത്തും. 1/4 ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ T/4 ആണ്. ഇതാണ് 1/4, ഇത് 1/2 ഓസിലേഷൻ. 3/4 ഓസിലേഷൻ, 1 ഓസിലേഷൻ. മനസ്സിലാകാനും വേണ്ടി പറയണം. അപ്പൊ നോക്കുക, ഇയാൾ ഇവിടുന്ന് ഇങ്ങോട്ട് എത്തിയെന്നർത്ഥം. ഇതാണ് 6.25 ഓസിലേഷൻ എന്ന് പറയുന്നത്. 6.25 6.25 ഓസിലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആൾ എവിടെയുള്ളത്? എക്സ്ട്രീം പൊസിഷനിലുള്ളത്. അപ്പൊ എത്ര ഡിസ്പ്ലേസ്മെന്റ്? യെസ്, ഡിസ്പ്ലേസ്മെന്റ് എനിക്ക് മനസ്സിലായി. ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് 1 centimeter ആണ്. സോ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് 1 ആണ്. ഡിസ്പ്ലേസ്മെന്റ് 1 ആണ്. ഇനി ഡിസ്റ്റൻസ് എത്രയെന്നാ കിട്ടേണ്ടത്? ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അത് ക്യാപിറ്റൽ D ആണ്. ഇത് ടോട്ടൽ ലെങ്ത് ഓഫ് ദി പാത്ത് ആണ്. അത് 6 ഓസിലേഷനിൽ കവർ ചെയ്ത ഡിസ്റ്റൻസ് പ്ലസ് 1/4 ഓഫ് ഓസിലേഷനിൽ കവർ ചെയ്ത ഡിസ്റ്റൻസ്. 6 ഓസിലേഷൻ ആകുമ്പോൾ ഒരു ഓസിലേഷന്റെ എത്ര ഡിസ്റ്റൻസ് ആണ് ആലോചിക്ക്. ഒരു ഓസിലേഷൻ എന്ന് പറയുമ്പോൾ ഇവിടുന്ന് തുടങ്ങി ഇവിടെ പോയി ഇവിടെ വന്ന് തിരിച്ച് ഇവിടെ വന്ന് ഇവിടെ എത്തുമ്പോൾ ഒരു ഓസിലേഷൻ. അപ്പൊ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യും? 4 ആംപ്ലിറ്റ്യൂഡ്. 1 centimeter, 2 centimeter, 3, 4 centimeter ആണ് കവർ ചെയ്തത്. അങ്ങനത്തെ എത്ര ഓസിലേഷൻ നടന്നു? 6 ഓസിലേഷൻ നടന്നു. അപ്പൊ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തു? 6 into 4 24 സെന്റിമീറ്റർ പ്ലസ് പിന്നെ ഒരു 1/4 ഓഫ് ഓസിലേഷൻ.
അത് 1 സെന്റിമീറ്റർ അല്ലെ, ഇവിടുന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ 1 സെന്റിമീറ്റർ. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. നോക്കുക, ഇങ്ങനെ ഇത് ഒരു ഓസിലേഷൻ, അപ്പൊ 4 സെന്റിമീറ്റർ. അങ്ങനെ എത്ര ഓസിലേഷൻ നടന്നു? 6 ഓസിലേഷൻ നടന്നു. അപ്പൊ എത്രയായി? 24 സെന്റിമീറ്റർ. ടോട്ടൽ എത്ര ഓസിലേഷൻ നടന്നിട്ടുണ്ട്? 6.25 ഓസിലേഷൻ. അപ്പൊ ഒരു 1/4 ഓസിലേഷന്റെ ഡിസ്റ്റൻസും കൂടെ ഉണ്ട്. 1/4 ഓസിലേഷന്റെ ഡിസ്റ്റൻസ് എത്ര? 1 സെന്റിമീറ്റർ. അപ്പൊ ഇത് എത്രയുടെ വരിക? ഇത് 25 സെന്റിമീറ്റർ. സോ ക്വസ്റ്റ്യൻ ക്യാപിറ്റൽ D ഡിവൈഡഡ് ബൈ സ്മോൾ d എന്താണ് എന്നുള്ളതാണ്. സോ ദ ആൻസർ ഈസ് 25. ഫോർത്ത് ഓപ്ഷൻ ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4, ജനുവരി 24 സെക്കൻഡ് ഷിഫ്റ്റിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കാം നമുക്ക്. A particle oscillates along the x-axis according to the law x of t is equal to x0 sin square t by 2, where x0 equal to 1 meter. The kinetic energy of the particle as a function of x is correctly represented by the graph. Kinetic energy x അനുസരിച്ച് എങ്ങനെ വാരി ചെയ്യുന്നു, എന്ത് റെപ്രസെന്റ് ചെയ്യുന്ന ഗ്രാഫ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. സോ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് x is equal to x0 sin square t by 2 എന്നാണ്. x0 1 ആയതുകൊണ്ട് നമുക്കതിനെ sin square t by 2 എന്ന് എഴുതാം, ഓർ sin square ഹാഫ് ടി എന്നും എഴുതാം, കുഴപ്പമില്ല. ഞാൻ ഇതിനൊന്ന് മാറ്റി എഴുതാൻ പോണ്. സൈൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് കോസ് 2x ബൈ 2 ആണ്. സോ ദിസ് ഇസ് 1 മൈനസ് കോസ് 2 ഇൻറ്റു ഹാഫ് ടി എന്ന് പറയുമ്പോൾ അത് ടി മാത്രമാകും, ഡിവൈഡഡ് ബൈ 2. ഓർ ദിസ് മേ ബി റിട്ടൺ ആസ് ഹാഫ് മൈനസ് ഹാഫ് കോസ് ടി, or this may be written as half minus x is equal to half cos t. This equation actually represents the SHM. അപ്പോൾ ഇതാണ് SHM. ഈ SHMന്റെ ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്? ആംപ്ലിറ്റ്യൂഡ് അത് ഹാഫ് യൂണിറ്റ് ആണ്. ഈ SHMന്റെ മീൻ പൊസിഷൻ എവിടെയാണ്? മീൻ പൊസിഷൻ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് 0 ആകുന്ന സ്ഥലമാണ്. ഇത് 0 ആകുന്ന സ്ഥലമാണ്. അത് 0 ആകുന്ന സ്ഥലം x is equal to half ആണ്. മീൻ പൊസിഷൻ x equal to ഹാഫും ആംപ്ലിറ്റ്യൂഡ് ഹാഫും വരുന്നതാണ് ഡിസ്പ്ലേസ്മെന്റിന്റെ വേരിയേഷൻ. ഇനി നോക്ക്, മീൻ പൊസിഷൻ എന്താ? ഹാഫ്. ഇതാ മീൻ പൊസിഷൻ x is equal to ഹാഫ്. ഇതിലൊക്കെ വരുന്നുണ്ട്. മീൻ പൊസിഷൻ ഹാഫിലാണ് വരുന്നത്. മീൻ പൊസിഷൻ ഹാഫിൽ എക്സ്ട്രീം പൊസിഷനിൽ 1 ആയിരിക്കും ഡിസ്പ്ലേസ്മെന്റ്. ഇനി അവിടെ നോക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, മീൻ പൊസിഷൻ x is equal to 0 എന്ന് പറയുന്നതും x equal to 0 എന്ന് പറയുന്നത് അപ്പോൾ നെഗറ്റീവ് എക്സ്ട്രീമായിട്ട് നമുക്ക് എടുക്കാം അല്ലേ? x equal to ഹാഫ് ആണ് മീൻ പൊസിഷൻ. അപ്പൊ x equal to ഹാഫ് മീൻ പൊസിഷൻ ആണെങ്കിൽ ഞാൻ പറയുന്നു, ഇത് 0 ഇത് 1 ആണെങ്കിൽ ഇത് എക്സ്ട്രീം പൊസിഷൻ ആണ്, ഇതും എക്സ്ട്രീം പൊസിഷൻ ആണ്, ഇത് മീൻ പൊസിഷൻ ആണ്. മീൻ പൊസിഷനിലെ കൈനറ്റിക് എനർജി മാക്സിമം ആണ്, എക്സ്ട്രീം പൊസിഷനിലെ കൈനറ്റിക് എനർജി 0 ആണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയല്ലേ വാരി ചെയ്യുന്നത്. ഇവിടെ എത്തുമ്പോൾ കൈനറ്റിക് എനർജി മാക്സിമം ആകും, പിന്നെ അതിങ്ങനെ കുറഞ്ഞ് ഇവിടെ എത്തുമ്പോൾ എന്താകും? 0 ആകും. സോ ഫോർത്ത് ഓപ്ഷൻ is the right answer. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5. ശരിക്കും ശ്രദ്ധിക്കണം, ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. Given below are 2 statements. One is labeled as assertion. ജനുവരി 28 തന്നെ ചോദിച്ച സെക്കൻഡ് ഷിഫ്റ്റിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. One is labeled as assertion and the other is labeled as reason. Assertion: knowing initial position x0 and initial momentum p0 is enough to determine the position and momentum at any time t for a simple harmonic motion with a given angular frequency omega. അപ്പോൾ given ഒമേഗയുണ്ട്, ഇനീഷ്യൽ പൊസിഷൻ x0യും ഇനീഷ്യൽ മൊമെന്റം p0യും അറിയാമെങ്കിൽ ടു ഡിറ്റർമിൻ ദ പൊസിഷൻ, അല്ലെങ്കിൽ അറിഞ്ഞാൽ മതി, ഈസ് ഇനഫ് ടു ഡിറ്റർമിൻ ദ പൊസിഷൻ ആൻഡ് മൊമെന്റം അറ്റ് എനി ടൈം t ഫോർ എ പാർട്ടിക്കിൾ for a simple harmonic motion with a given angular frequency. അപ്പോൾ ഒമേഗ അറിയാമെങ്കിൽ x0യും p0യും അറിയാമെങ്കിൽ നമുക്ക് ആ പാർട്ടിക്കിളിന്റെ ഏത് സമയത്തുള്ള ഡിസ്പ്ലേസ്മെന്റ് അഥവാ ജനറൽ ഇക്വേഷൻ എഴുതാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ ആദ്യം അസേർഷനിൽ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് തുടങ്ങാം. ഡിസ്പ്ലേസ്മെന്റ് x is equal to a sin omega t plus phi എന്ന SHM ഞാൻ എടുത്തു. a sin omega t plus phi.
ഓക്കെ, ഇതിൽ ടി ഈക്വൽ ടു 0 ആകുമ്പോൾ ഉള്ളതാണ് ഇനീഷ്യൽ പൊസിഷൻ x0. ആ x0 എന്ന് പറയുന്നത് a sin phi ആണ്. ഇനി എക്സ് ഇതാണെന്നുണ്ടെങ്കിൽ വെലോസിറ്റി എന്ന് പറയുന്നത് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കിട്ടുന്ന എ ഒമേഗ കോസ് ഒമേഗ ടി പ്ലസ് ഫൈ ആണ്. അപ്പോൾ മൊമെന്റം ഞാൻ എഴുതട്ടെ, മാസ് ടൈംസ് വെലോസിറ്റി ആണ്, എം എ ഒമേഗ കോസ് ഒമേഗ ടി പ്ലസ് ഫൈ ആണ്. ക്വസ്റ്റ്യനിൽ പറയുന്ന ഇനീഷ്യൽ മൊമെന്റം P0 എന്ന് പറയുന്നത് എം എ ഒമേഗ കോസ് ഫൈ ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇവിടെ നിൽക്കട്ടെ, ഇത്രയും കാര്യങ്ങൾ ഇവിടെ നിൽക്കട്ടെ. ഇനി നമ്മളോട് പറഞ്ഞ എന്താ, അറ്റ് എനി ടൈം ടി ഡിസ്പ്ലേസ്മെന്റ്, ക്വസ്റ്റ്യൻ ശരിക്കും മനസ്സിലാകട്ടെ, ക്വസ്റ്റ്യൻ ശരിക്കും മനസ്സിലാക്ക്. ഇനീഷ്യൽ പൊസിഷൻ x0യും ഇനീഷ്യൽ മൊമെന്റം P0യും അറിഞ്ഞാൽ മതി ടു ഡിറ്റർമിൻ ദ പൊസിഷൻ ആൻഡ് മൊമെന്റം അറ്റ് എനി ടൈം ടി ഫോർ എ സിമ്പിൾ ഹാർമോണിക് മോഷൻ. എന്ന് വെച്ചാൽ ഇതാ ഈ സാധനം കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതും അതേപോലെ ഇതും അറിഞ്ഞാൽ മതി. എന്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇനി എല്ലാ സമയത്തുള്ള മൊമെന്റവും പൊസിഷനും കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം പൊസിഷൻ എടുത്ത് നോക്കാം. ഏത് സമയത്തുള്ള പൊസിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒമേഗ ക്വസ്റ്റ്യനിൽ നമുക്ക് അറിയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗിവൺ ഒമേഗ എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നത്. അപ്പോൾ ഒമേഗ റെഡിയാണ്. ഇനി നമുക്ക് രണ്ട് കാര്യങ്ങൾ അറിയണം. എന്ത്, എക്സ് എപ്പോൾ ഉള്ളത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇനീഷ്യൽ ഫേസ് അല്ലെങ്കിൽ ഫേസ് കോൺസ്റ്റന്റ് എന്താ എന്നും ആംപ്ലിറ്റ്യൂഡ് എന്താണ് എന്നും കിട്ടണം. ഫേസ് എന്താണ് എന്നും കിട്ടണം, ആംപ്ലിറ്റ്യൂഡ് എന്താണ് എന്നും കിട്ടണം. ആ ഫേസും ആംപ്ലിറ്റ്യൂഡും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, എക്സ് കിട്ടി. അപ്പൊ ഫേസും ആംപ്ലിറ്റ്യൂഡും കിട്ടണം. ഇനി റീസൺ നോക്ക്, ദ ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഫേസ്, യെസ് ദ ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഫേസ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് x0 ആൻഡ് p0. ആംപ്ലിറ്റ്യൂഡും മൊമെന്റവും ആംപ്ലിറ്റ്യൂഡും ഫേസും എന്ന് വെച്ചാൽ ഇനീഷ്യൽ ഫേസ് ആണ് ഉദ്ദേശിക്കുന്നത്. നമുക്കിവിടെ ആവശ്യമുള്ളത് അതാണ്. ആംപ്ലിറ്റ്യൂഡും ഫേസും എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് x0 ആൻഡ് p0. x0യുടെയും p0യുടെയും ടേമിൽ നമുക്ക് ആംപ്ലിറ്റ്യൂഡും ഫേസും എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. അപ്പൊ അത് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ആ റീസൺ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ എന്നുള്ളതാണ്. അഥവാ നമുക്ക് ആംപ്ലിറ്റ്യൂഡും ഫേസും ഈ x0യും p0യും ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ്. അത് സാധിക്കുമെങ്കിൽ x0യുടെയും p0യുടെയും ടേംസിൽ നമുക്കിങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, എക്സ്പ്ലനേഷൻ കറക്റ്റ് ആണ് എന്ന് പറയാൻ സാധിക്കും. കാരണം അസേർഷനിൽ കൊടുത്തിരിക്കുന്നത് ആംപ്ലിറ്റ്യൂഡ് വേണം. അസേർഷൻ നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ആംപ്ലിറ്റ്യൂഡും കൂടെ അറിയണം. ആംപ്ലിറ്റ്യൂഡും ഫൈയും കൂടെ അറിഞ്ഞാലേ നമുക്ക് ഈ അസേർഷൻ ശരിയാണ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ നോക്കാൻ പോകുന്നത് ഈ റീസൺ ശരിയാണോ എന്നുള്ളതാണ്. വെച്ചാൽ ഫൈയും ആംപ്ലിറ്റ്യൂഡും നമുക്ക് x0യുടെയും p0യുടെയും ടേമിൽ എഴുതാൻ പറ്റുമോ എന്നുള്ളതാണ്. യെസ്, ഓഫ് കോഴ്സ് സാധിക്കും. എങ്ങനെ സാധിക്കും? ജസ്റ്റ് ഇക്വേഷൻ 2 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 1 ചെയ്യുമ്പോൾ ഒരു കാര്യം നമുക്ക് കിട്ടും. ഇക്വേഷൻ 2 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 1 തിരിച്ച് ചെയ്യണം കേട്ടോ, തിരിച്ച് ചെയ്യണം. ഇക്വേഷൻ 1 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 2 ചെയ്താൽ സൈൻ ഫൈ ബൈ കോസ് ഫൈ എന്നുള്ള സാധനം എന്തായി പോകും? ടാൻ ഫൈ ആകും. പിന്നെ എ എന്തായി പോകും? ക്യാൻസൽ ആയി പോകും. പിന്നെ ബാക്കിയുള്ളത് എന്താ ഉള്ളത്? എം ഒമേഗ ഉണ്ട്. സോ ദിസ് ഡിവൈഡഡ് ബൈ എം ഒമേഗ ഈസ് ഈക്വൽ ടു x0 ബൈ p0. സോ ടാൻ ഫൈ ഈസ് ഈക്വൽ ടു x0 ബൈ p0 ഇൻറ്റു എം ഒമേഗ. അപ്പൊ ഇത് നമുക്ക് എന്ത് കിട്ടും? ഫൈ കിട്ടും. അപ്പൊ എന്താ മനസ്സിലായത്? ഫൈ കിട്ടും. എങ്ങനെ കിട്ടും? x0യും p0യും ഗിവൺ ഒമേഗയും അറിയുന്നത് കൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഫൈ കണ്ടുപിടിക്കാൻ പറ്റും. റിസൾട്ട് നോക്ക്. The phase can be expressed in terms of x0 and p0. ശരിയാണ്. ഇനി എന്തും കൂടെ വേണം? ആംപ്ലിറ്റ്യൂഡും ഇതേപോലെ x0യും p0യും വെച്ചിട്ട് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കണം. ഓഫ് കോഴ്സ് സാധിക്കും. ഇക്വേഷൻ 1ഉം 2ഉം സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യുക. ഇക്വേഷൻ 1 സ്ക്വയറും ഇക്വേഷൻ 2 സ്ക്വയറും ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതിന് മുന്നേ ഞാനൊരു കാര്യം ചെയ്യട്ടെ. അതിന്ന് ഇക്വേഷൻ 1ൽ നിന്ന് ഞാൻ എന്തെടുത്ത് എഴുതുകയാണ്? സൈൻ ഫൈ എന്താന്ന് എഴുതുകയാണ്. സൈൻ ഫൈ ഈസ് ഈക്വൽ ടു x0 ബൈ എ, x0 ഡിവൈഡഡ് ബൈ എ. ഇക്വേഷൻ 2ൽ നിന്ന് ഞാൻ കോസ് ഫൈ എന്താണ് എന്ന് എടുത്തെഴുതാൻ പോവാണ്. കോസ് ഫൈ ഈസ് ഈക്വൽ ടു p0 ബൈ എം എ ഒമേഗ, എം എ ഒമേഗ. ഇക്വേഷൻ 3 ആൻഡ് ഇക്വേഷൻ 4. ഇക്വേഷൻ 3നെ സ്ക്വയർ ചെയ്യുക,
4 സ്ക്വയർ ചെയ്യുക, എന്നിട്ട് രണ്ടും കൂടെ ആഡ് ചെയ്യുക. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 1 ആണ്, റൈറ്റ് ഹാൻഡ് സൈഡ് x0/a² പ്ലസ് p0 സ്ക്വയർ ബൈ m square a square omega square. From this we can write a square is equal to x0 square plus p0 square divided by m square omega square. നമുക്ക് വേണ്ടത് എന്താ? നമുക്ക് വേണ്ടത് ആംപ്ലിറ്റ്യൂഡ് ആണ്. യെസ്, ആംപ്ലിറ്റ്യൂഡ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് x0 and p0. So the reason is also correct. So reasonum ശരിയാണ്, assertionum ശരിയാണ്. ഇനി reason correct explanation ആണോ? അതെ. നമുക്ക് വേണ്ടത് എന്താണ്? എയും ഫൈയുമാണ്. അത് എവിടുന്ന് കിട്ടും? x0യിൽ നിന്നും p0യിൽ നിന്നും കിട്ടും അല്ലേ? x0 വെച്ചും p0 വെച്ചിട്ട് നമുക്ക് x0യും p0യും ഉപയോഗിച്ചിട്ട് ആംപ്ലിറ്റ്യൂഡും ഫൈയും കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് അസേർഷനും ശരിയാണ്, റീസണും ശരിയാണ്. ആൻഡ് റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഫോർ അസേർഷൻ. ബോത്ത് എ ആൻഡ് ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഫോർ എ. ഫോർത്ത് ഓപ്ഷൻ ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. നോക്കാം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 6. The given below are two statements. Question number 6 January 29th ചോദിച്ചതാണ് ഷിഫ്റ്റ് 1. Given below are two statements. One is labeled as assertion and the other is labeled as reason assertion. The time period of a simple pendulum is longer at the top of a mountain than at the base of the mountain. ശരിയാണ്, സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. കാരണം ടൈം പീരിയഡ് ഓഫ് ഓസിലേഷൻ ഓഫ് സിമ്പിൾ പെൻഡുലം എന്ന് പറഞ്ഞാൽ 2π√L/g ആണ്. ജി മൗണ്ടെയിൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഹൈറ്റിലെ ജി സർഫസിലെ ജീനേക്കാൾ കുറവാണ്. ജി കുറയുമ്പോൾ ടൈം പീരിയഡ് കൂടും. സോ ടൈം പീരിയഡ് ഓഫ് പെൻഡുലം ഈസ് ലോങ്ങർ അറ്റ് ദ ടോപ്പ് ഓഫ് ദ മൗണ്ടെയിൻ. റീസൺ ദ ടൈം പീരിയഡ് ഓഫ് സിമ്പിൾ പെൻഡുലം ഡിക്രീസസ് വിത്ത് ഇൻക്രീസിംഗ് വാല്യൂ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആൻഡ് വൈസ് വേഴ്സ. ജി കുറയുമ്പോൾ ടൈം പീരിയഡ് കൂടും. ശരിയാണ്, ജി കുറയുന്നത് കൊണ്ട് എന്ത് ചെയ്യും? ടൈം പീരിയഡ് കൂടും. സോ ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ true and reason is correct explanation for assertion. First option is the right answer. Moving on to the next question number 7. January 29th second shift ചോദിച്ച question ആണ്. Two bodies A and B of equal mass are suspended from two massless springs of spring constants K1 and K2 respectively. If the bodies oscillate vertically such that their amplitudes are equal, then the ratio of the maximum velocity of A to the maximum velocity of B. Aന്റെ maximum velocity ഞാൻ ω1A എന്ന് എഴുതുന്നു. Bന്റെ maximum velocity ω2A എന്ന് എഴുതുകയാണ്. ആംപ്ലിറ്റ്യൂഡ് രണ്ടും സെയിം ആണ്. സോ ω1/ω2. ഒമേഗ എന്ന് പറഞ്ഞാൽ √K/m ആണ്. സോ √K1 divided by m by √K2 divided by m. ഈക്വൽ മാസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് m1 m2 എന്ന് കൊടുക്കാത്തത്. സോ ദ ആൻസർ ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് K1/K2. സെക്കൻഡ് ഓപ്ഷൻ ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് വേവ്സ് എന്ന ചാപ്റ്ററിനെ, വേവ്സ് ആൻഡ് സൗണ്ട്. ഈ ചാപ്റ്ററിനെ, ഈ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് ഈ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വെറും 3 ക്വസ്റ്റ്യൻസ് മാത്രമാണ് വേവ്സിന് ഈ സെഷനിൽ ചോദിച്ചിട്ടുള്ളത്. ആക്ച്വലി ഓസിലേഷൻസ് ആൻഡ് വേവ്സ് എന്ന യൂണിറ്റിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ടോട്ടലി നമുക്ക് കാണാൻ സാധിക്കുന്നത്. 7 ക്വസ്റ്റ്യൻസ് ഓസിലേഷൻസ്, 3 ക്വസ്റ്റ്യൻസ് വേവ്സിനെയും ബേസ് ചെയ്തിട്ട് ചോദിച്ചിട്ടുണ്ട്. സോ ലെറ്റ്സ് സീ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ദ ചാപ്റ്റർ വേവ്സ്. എ ക്ലോസ്ഡ് ഓർഗൻ പൈപ്പ്. ജനുവരി 22 ഫസ്റ്റ് ഷിഫ്റ്റിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. എ ക്ലോസ്ഡ് ഓർഗൻ പൈപ്പ് ആൻഡ് ആൻ ഓപ്പൺ ഓർഗൻ പൈപ്പ് ആർ ഫിൽഡ് വിത്ത് 2 different gases having same bulk modulus but different densities ρ1 and ρ2 respectively. The frequency of the 9th harmonic of closed tube is identical with the 4th harmonic of open tube. If the length of the closed tube is 10 cm, density of gas ρ1, ρ2 1:16, then the question is to find length of open tube.
ഓപ്പൺ ട്യൂബിന്റെ ലെങ്ത് ആണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്. നോക്കുക, സെയിം ബൾക്ക് മോഡുലസ് ആണ്, ഡിഫറെന്റ് ഡെൻസിറ്റീസ് ആണ്, ഫ്രീക്വൻസി നയൻത്ത് ഹാർമോണിക് ഓഫ് ക്ലോസ്ഡ് പൈപ്പ് എന്ന് പറഞ്ഞാൽ, ക്ലോസ്ഡ് പൈപ്പിന്റെ നയൻത്ത് ഹാർമോണിക് ഓഫ് ക്ലോസ്ഡ് പൈപ്പ് പറഞ്ഞാൽ നയൻ ടൈംസ് ഓഫ് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എന്നാണ് ഉദ്ദേശിക്കുന്നത്. 9 times ഓഫ് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ആണ്. ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഓഫ് ക്ലോസ്ഡ് പൈപ്പ് എന്ന് പറയുന്നത് V/4 ഇൻറ്റു ലെങ്ത്. V/4 അല്ല. അപ്പൊ അതിന് ഞാൻ 1/4 ഇൻറ്റു ലെങ്ത് ഓഫ് ക്ലോസ്ഡ് പൈപ്പ് വി ഞാൻ റൂട്ട് ഓഫ് ബൾക്ക് മോഡുലസ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി എന്ന് എഴുതണം. കാരണം അവിടെ ബൾക്ക് മോഡുലസ് സെയിം ആണ്, പക്ഷെ ഡെൻസിറ്റി ഓഫ് ഗ്യാസ് ഡിഫറെന്റ് ആണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വി രണ്ട് പൈപ്പിലും, ഓപ്പൺ പൈപ്പിലും ക്ലോസ്ഡ് പൈപ്പിലും വി ഡിഫറെന്റ് ആണ്. എനിവേ വി എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് സൗണ്ട് ആണ്. സ്പീഡ് ഓഫ് സൗണ്ടിനെ ഗിവൺ ഗ്യാസ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് വി സി ഈക്വൽ ടു ഇന്നെ ഗിവൺ മീഡിയം എന്ന് പറയുന്നത് റൂട്ട് ഓഫ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ബൈ ഡെൻസിറ്റി ആണ്. ഇലാസ്റ്റിസിറ്റി നമ്മളിവിടെ ബൾക്ക് മോഡുലസ് ആയിട്ട് എടുക്കുന്നു. This is equal to the fourth harmonic of open tube. Fourth harmonic of open tube എന്ന് പറയുമ്പോൾ ഓപ്പൺ ട്യൂബിന്റെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി V/2 ഇൻറ്റു ലെങ്ത് ഓഫ് ഓപ്പൺ ട്യൂബ് റൂട്ട് ഓഫ് ബി ഡിവൈഡ് ബൈ ഇത് ρ1 ഇവിടെ ρ2. അപ്പോ ബൾക്ക് മോഡുലസ് രണ്ടും ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. 2 4 2 ടൈംസ് ഉണ്ട്. സോ ലെങ്ത് ഓഫ് ഓപ്പൺ പൈപ്പ് ബൈ ലെങ്ത് ഓഫ് ക്ലോസ്ഡ് പൈപ്പ് ഈസ് ഈക്വൽ ടു 4 into 2 8 താഴെ 9 റൂട്ട് ഓഫ് ρ1 by ρ2. ρ1 by ρ2 1/16 ആണ്. സോ 1/16 റൂട്ട് എടുക്കുമ്പോൾ 1/4 ആണ്. സോ 1/4 എന്ന് വരുമ്പോൾ 8 divided by 9 into 1/4 8 2 times 2 divided by 9. So the question is to find the length of open pipe. This is equal to 2/9 into length of closed pipe. Length of closed pipe is 10 centimeters. So this is 20/9 centimeter. 20/9. Fourth option is the right answer. Next question. Number 2, January 23rd second shift ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. The equation of a transverse wave traveling along a string is 4 sin 20 into 10 raised to minus 3x plus 600t millimeter. X is in millimeter and t is in second. The velocity of the wave ഈസ്. വേവിന്റെ വെലോസിറ്റി ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാനുള്ളത്. നമുക്കറിയാം വേവ് വെലോസിറ്റി വി എന്ന് പറയുന്നത് അത് കോഎഫിഷ്യന്റ് ഓഫ് ടി ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ചെയ്താൽ മതി ഫ്രം ദ വേവ് ഇക്വേഷൻ. കോഎഫിഷ്യന്റ് ഓഫ് ടി ബൈ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് അഥവാ ഒമേഗ ബൈ കെ ചെയ്താൽ നമുക്ക് വേവ് വെലോസിറ്റി കിട്ടും. എഡിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, കഴിഞ്ഞ വീഡിയോയുടെ അവസാന ഭാഗത്ത് വീഡിയോ സ്റ്റക്ക് ആയതുകൊണ്ട് ഒന്നുകൂടെ ചെയ്യണം. ക്വസ്റ്റ്യൻ നമ്പർ 2. ഓക്കെ, next question number 2, January 23rd second shift ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. The equation of a transverse wave traveling along a string is y of xt is equal to 4 sin 20 into 10 raised to minus 3x plus 600t millimeter, where x is in millimeter and t is in seconds. The velocity of the wave is. Wave velocity v എന്ന് പറയുന്നത് നമുക്കറിയാം അത് ഒമേഗ ബൈ കെ എന്ന് പറയാം, അല്ലെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് ടി ബൈ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് എന്ന് പറയാൻ പറ്റും. കാരണം ഇവിടെ കോഎഫിഷ്യന്റ് ഓഫ് ടി എന്ന് പറയുന്നത് കെ ഒമേഗയാണ്, അത് 600 ആണ്. 600 ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് അത് കെ ആണ്, അത് 20 into 10 raised to minus 3 ആണ്. ആൻഡ് ദിസ് ഇസ് 30 into 10 raised to 3. പക്ഷേ ശ്രദ്ധിക്കണം, എക്സ് മില്ലിമീറ്ററിലായതുകൊണ്ട് തന്നെ വെലോസിറ്റി നമുക്ക് മില്ലിമീറ്റർ പെർ സെക്കൻഡ് എന്നാണ് എഴുതാൻ പറ്റുക. സോ 30 into 10 raised to 3 millimeter per second is equal to 30 meter per second. ശ്രദ്ധിക്കണം, 30 meter per second എന്ന് എഴുതുമ്പോൾ 30 ഇവിടെ പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട്, ഏതെടുക്കും നോക്കുക. സൈൻ ഇൻ ബിറ്റ്വീൻ കെ എക്സ് ആൻഡ് ഒമേഗ ടി is positive, so the wave is in negative x direction. So minus 30 meter per second is the right answer. Moving on to the next question, the last question. January 28th first shift ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. Given below are two statements. One is labeled as assertion A and the other is labeled as reason R. Assertion A: a sound wave has
ഹയർ സ്പീഡ് ഇൻ സോളിഡ്സ് ദാൻ ഗ്യാസസ്. ജനറലി അങ്ങനെ തന്നെയാണ് കാണാറുള്ളത്. സോളിഡ്സിലാണ് സ്പീഡ് കൂടുതൽ ഗ്യാഷ്യസ് മീഡിയത്തിലുള്ളതിനേക്കാൾ. റീസൺ വായിക്കുന്നതിൻ്റെ മുന്നേ നമ്മളൊന്ന് ആലോചിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും അതിനുള്ള കാരണം റൂട്ട് ഓഫ് ഇലാസ്റ്റിസിറ്റി ബൈ ഡെൻസിറ്റി ആണ് സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എ മീഡിയം. നോക്കുക, ഡെൻസിറ്റി കുറഞ്ഞ മീഡിയത്തിൽ പൊതുവെ സ്പീഡ് കൂടുതലാണ് ഉണ്ടാവുക. അപ്പോൾ സോളിഡിനേക്കാൾ ഡെൻസിറ്റി കുറവാണല്ലോ ഗ്യാസിൽ. അപ്പോൾ ഗ്യാസിൽ സ്പീഡ് കൂടണ്ടേ എന്ന് നമ്മൾ ആലോചിക്കാം. പക്ഷെ അവിടെയുള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ ഈ ഡെൻസിറ്റിയിൽ സോളിഡും ഗ്യാസും എടുത്താൽ അവരുടെ ഡെൻസിറ്റിയിലുള്ള വ്യത്യാസത്തെക്കാൾ വലിയ ഒരു റേറ്റിൽ വ്യത്യാസം കാണിക്കുന്നുണ്ട്, വലിയൊരു ഫാക്ടറിൽ വ്യത്യാസം കാണിക്കുന്നുണ്ട് ഇലാസ്റ്റിസിറ്റി ഓഫ് സോളിഡ്സ് വളരെ കൂടുതലാണ് ആസ് കമ്പയർഡ് ടു ഇലാസ്റ്റിസിറ്റി ഓഫ് ഗ്യാസസ്. ഗ്യാസസിന്റെ ഇലാസ്റ്റിസിറ്റി വെച്ച് നോക്കുമ്പോൾ സോളിഡ്സിന്റെ ഇലാസ്റ്റിസിറ്റി വളരെ കൂടുതലാണ്. ആ ഒരു വ്യത്യാസമാണ് സ്പീഡ് ഇത്രയധികം സോളിഡ്സിൽ കൂടുതലാവാൻ കാരണം. ഇനി റീസൺ വായിക്ക്, ഗ്യാസസ് ഹാവ് ഹയർ ബൾക്ക് മോഡുലസ് ദാൻ സോളിഡ്സ്. അത് തെറ്റാണ്. അസേർഷൻ ഈസ് ട്രൂ, റീസൺ ഈസ് ഫോൾസ്. സെക്കൻഡ് ഓപ്ഷൻ ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണ് പറഞ്ഞ കാര്യങ്ങൾ എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.